തനിക്ക് നേരിടേണ്ടി വന്ന അബ്യൂസിനെ കുറിച്ചും താൻ നേരിട്ട വിഷാദ രോഗത്തെക്കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് ചക്കപ്പഴം താരം ശ്രുതി രജനീകാന്ത്. പ്രണയ നൈരാശ്യമല്ല തന്നെ വിഷാദത്തിലേക്ക് നയിച്ചതെന്നും തനിക്ക് ധാരാളം ചൈൽഡ്ഹുഡ് ട്രോമകൾ ഉണ്ടെന്നുമാണ് ശ്രുതി പറഞ്ഞത്. പിന്നാലെ താരം തന്റെ ബന്ധുവിൽ നിന്ന് നേരിട്ട അബ്യൂസിനെ കുറിച്ചും വെളിപ്പെടുത്തുകയാണ്. തന്റെ വീട്ടുകാർക്ക് പോലും ഇതേക്കുറിച്ച് അറിയില്ലെന്നാണ് ശ്രുതി പറയുന്നത്. തനിക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമകളുണ്ട്, ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ താനത് എവിടെയും പറഞ്ഞിട്ടില്ല. തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല. ഇത് കാണുന്നവരിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ ചിലർക്ക് അതൊക്കെ അറിയാം. തന്നോട് ഇതേക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയേ ചെയ്യരുതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതൊരു ഡാർക്ക് സൈഡാണ് എന്നും എന്നാൽ അതൊന്നും തന്റെ വീട്ടിൽ അറിയില്ല എന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും ശ്രുതി പറയുന്നുണ്ട്. തന്റെ കസിൻസിൽ ഒരാളാണ് തന്നെ അബ്യൂസ് ചെയ്തതെന്നാണ് താരം വെളിപ്പെടുത്തിയത്. ആ പ്രായത്തിൽ അയാൾ എന്നെ കണ്ട് പേടിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്. താനത് മറ്റുള്ളവരോട് പറയുമോ എന്ന പേടി കാരണം തന്റെയോ തന്റെ അനിയത്തിമാരുടെയോ അടുത്ത് അയാൾ വരാറില്ല. അത്യാവശ്യം ചിലർക്ക് മാത്രം താൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, തന്നെ അബ്യൂസ് ചെയ്തയാൾക്ക് പെൺകുട്ടിയാണ് ജനിച്ചത്. അയാൾക്ക് ജനിച്ചത് പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ സോറി എന്ന് പറഞ്ഞ് തനിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും ശ്രുതി പറയുന്നുണ്ട്. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ് എന്ന് താൻ മറുപടിയും നൽകി. അയാൾക്ക് പെൺകുട്ടിയാണ്. ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. തന്റെ മോളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അയാളെ ആ ചിന്തയെന്നും വേട്ടയാടുമെന്നും ശ്രുതി രജനീകാന്ത് പറയുന്നു. കൂടാതെ താൻ ആ സാഹചര്യത്തെ നേരിട്ടതിനെ പറ്റിയും താരം സംസാരിക്കുന്നുണ്ട്. താൻ നല്ല ബോൾഡ് ആയിരുന്നു. താൻ ആ സാഹചര്യത്തിൽ ഫ്രീസായി പോയിരുന്നില്ല. താൻ ശബ്ദമുണ്ടാക്കുകയും പ്രതികരിക്കുകയും ചെയ്തുവെന്നാണ് ശ്രുതി പറയുന്നത്. കുട്ടികൾ മാക്സിമം പ്രതികരിക്കണമെന്നും ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതിലും ഭേദം കൊല്ലുന്നതാണ് എന്ന് കരുതി പ്രതികരിക്കണമെന്നും ഏത് പ്രായത്തിലായാലും അതിനുള്ള ശക്തി എല്ലാവർക്കും ഉണ്ടെന്നും താനത് അനുഭവിച്ചിട്ടുള്ളതാണെന്നുമാണ് താരം അഭിപ്രായപ്പെടുന്നത്. ആ സംഭവത്തിന് ശേഷം താൻ സ്വയം സപ്രസ് ചെയ്തു വരികയാണ്. പിന്നീട് നടക്കുന്ന ഓരോ സംഭവങ്ങളിലും ആ അനുഭവം ഹോണ്ട് ചെയ്യും. ഒരാള് അടുത്തു വരുമ്പോൾ തന്നെ താൻ പ്രതികരിച്ചു പോകും. തന്റെ സുഹൃത്തുക്കളോട് പോലും താൻ പറഞ്ഞിട്ടുണ്ട് തന്നെ പ്രാങ്ക് ചെയ്യരുതെന്ന്. കാരണം തന്റെ ആദ്യ പ്രതികരണം അടിയായിരിക്കുമെന്നും താൻ അങ്ങനെയാണ് തന്നെ പ്രതിരോധിച്ചിട്ടുള്ളത് എന്നും അന്നത്തെ സംഭവം മുതൽ താൻ തന്നെ ബാലൻസ് ചെയ്യുകയാണ് എന്നും ശ്രുതി പറയുന്നുണ്ട്. ഇതുവരെ വീട്ടിൽ അറിയില്ല എന്നും എന്നാൽ ഇത് കാണുമ്പോൾ അമ്മ മിക്കവാറും എന്താണ് എന്ന് ചോദിക്കുമെന്നും ശ്രുതി കൂട്ടിച്ചേർത്തു. മാത്രമല്ല, താൻ നന്നായി ഹാൻഡിൽ ചെയ്യുമെന്നും അതുകൊണ്ട് ആരും തന്നെ അബ്യൂസ് ചെയ്യാറില്ല എന്നും ശ്രുതി പറയുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രുതിയുടെ തുറന്നു പറച്ചിൽ. ചക്കപ്പഴം പരമ്പരയിലൂടെ ജനപ്രിയയായി മാറിയ നടിയാണ് ശ്രുതി രജനീകാന്ത്. സോഷ്യൽ മീഡിയയിലും ഇന്ന് നിറസാന്നിധ്യമാണ് ശ്രുതി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.